നമസ്തേ. നമ്മുടെ രണ്ടാമത്തെ ടെലികാസ്റ്റാണ് ജ്യോതിഷത്തെ സംബന്ധിച്ച് ഇന്ന് നടത്തുന്നത്. നമുക്ക് വളരെ വിശദമായ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സാധാരണ ആയ ആൾക്കാർക്ക്, മീൻസ് ജ്യോതിഷത്തെക്കുറിച്ച് വളരെ ഗൗരവമായി പഠിക്കാത്ത അല്ലെങ്കിൽ ജ്യോതിഷത്തെക്കുറിച്ച് പ്രാഥമികമായ ഒരു ധാരണ മാത്രമുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് രാശി എന്താണ്, ലഗ്നം എന്താണ്, ഗ്രഹനില എന്താണ് ഇത്യാദി കാര്യങ്ങളൊക്കെ സാമാന്യേന തോന്നുന്ന ചില സംശയങ്ങളാണ്. ഞാനിവിടെ പറഞ്ഞത് ജ്യോതിഷ പണ്ഡിതന്മാർക്കോ ജ്യോതിഷം പഠിച്ച വിദ്യാർത്ഥികൾക്കോ ഒന്നുമല്ല. ഇത് സാധാരണയായ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള കാര്യം. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? രാശി എന്താണ് എന്നാണ്. അപ്പൊ നമ്മള് ജനിക്കുന്ന സമയത്ത് രാശി ചക്രത്തില് എവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതിനെയാണ് ജന്മരാശി എന്ന് പറയുന്നത്. അപ്പൊ ഈ രാശി അനുസരിച്ചിട്ടാണ് നമ്മുടെ നക്ഷത്രങ്ങളെ കണക്കാക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മള് ഒരു ഗ്രഹനില കാണിക്കുകയാണ്. ഈ ഗ്രഹനിലയിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ആദ്യമേ മുകളിൽ കാണുന്ന ആ മേടം മുതലാണ് നമ്മൾ രാശിയെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ മേടം, ആ മേടത്തിന്റെ കൂട്ടത്തിൽ അപ്പൊ 1 എന്ന് എഴുതിയിട്ട് മേടം എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ആ മേടത്തിന്റെ കൂട്ടത്തിൽ തന്നെ കുജൻ, അതിന് പറയുന്ന മറ്റൊരു പേരാണ് ചൊവ്വ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് മേടം എന്നാണ്, അവിടെ നമ്മൾ കുജൻ എഴുതിയിട്ടുണ്ട്, അഥവാ ചൊവ്വ. രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഈ കോളത്തിനകത്ത് 2 എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത് ഇടവം എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ ശുക്രൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം 3-നകത്ത് മിഥുനം ആണ്, അവിടെ എഴുതിയിരിക്കുന്നത് ബുധൻ എന്നാണ്. അടുത്തത് കർക്കിടകം, അവിടെ ചന്ദ്രൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചിങ്ങം, അവിടെ സൂര്യൻ എന്ന് എഴുതിയിട്ടുണ്ട്. രാ എന്നാണ് അതിന്റെ അടയാളം, രവി എന്നുള്ളതാണ് പറയുക. അതിനുശേഷം വന്നിരിക്കുന്ന കന്നി, അവിടെ എഴുതിയിരിക്കുന്നത് വീണ്ടും ബുധൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. കന്നി കഴിഞ്ഞാൽ തുലാം, തുലാത്തിനകത്ത് അതേ നേരത്തെ പറഞ്ഞ പോലെ ശുക്രൻ ഇവിടെയും വന്നിട്ടുണ്ട്. തുലാൻ കഴിഞ്ഞ വൃശ്ചികം, ആ വൃശ്ചികത്തിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് ചൊവ്വ എന്ന് തന്നെയാണ്. അപ്പൊ ചൊവ്വയും ആവർത്തിച്ചു. ധനു, ആ ധനുവിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് വ്യാഴം അഥവാ ഗുരു എന്നാണ്, ഗു എന്ന് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് മകരൻ രാശി, മകരൻ രാശിയില് മാ എന്ന് എഴുതിയിട്ടുണ്ട്. കുംഭൻ രാശി അടുത്ത് വരുന്നത് കുംഭൻ രാശിയാണ്, അതിനകത്തും മാ എന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന മീനത്തിൽ അവസാനത്തെ കോളത്തിനകത്ത് ഗു അഥവാ ഗുരു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 12 രാശികൾക്കും അധിപന്മാരുണ്ട്. അവരെയാണ് രാശിനാഥൻ എന്ന് പറയുക. ഓരോ രാശിക്കും ഉള്ള അധികാരിയെ ആണ് ഓരോ വീടായിട്ട് കരുതുക. ആ വീടിന്റെ അധികാരിയാണ് നമ്മൾ രാശിനാഥൻ അഥവാ ഗ്രഹനാഥൻ എന്ന് പറയുക. ഈ ഗ്രഹത്തിന്റെ നാഥൻ, അതായത് രാശിയുടെ നാഥൻ. അപ്പൊ രാശിചക്രങ്ങൾ നമ്മൾ പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞു. ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കണം. ഈ ചാർട്ട് നിങ്ങൾ ശരിക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജ്യോതിഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലളിതമായി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് രാശി. അപ്പൊ ഏതൊരു കളത്തിലാണോ കോളത്തിലാണോ ചന്ദ്രൻ നിൽക്കുന്നത് അതിന് ജന്മരാശി എന്ന് പറയും. നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ അവിടെ വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് ഞാൻ പിന്നാലെ പറഞ്ഞുതരാം, പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ 12 രാശിയായി, 12 രാശിയുടെ അധിപന്മാരുമായി. ഇനി നമുക്ക് പറയേണ്ടത് എന്താണ് ലഗ്നം. ഈ 12 രാശികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് ആകാശത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ 12 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു എന്ന് കരുതുക. ആ 12 ഭാഗങ്ങളെയാണ് നമ്മൾ രാശി എന്ന് പറയുക. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചതുരക്കോളത്തിൽ എഴുതി
ഒരു രാശിപ്പലയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിന് ചതുരക്കോളമൊന്നുമില്ല. അത് വൃത്താകാരമാകാം, പലതരത്തിലാകാം. അപ്പം നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അത് നമ്മൾ ചതുരമായിട്ടാണ് എഴുതുന്നത്. അതിനകത്ത് 12 കുഞ്ഞു ചതുരക്കളങ്ങളും നടുക്കൊരു വലിയ കളവും ഉണ്ടാവും. ഇതാണ് രാശിച്ചക്രം. ഗ്രഹനാഥന്മാരെയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞുതരാം. അതപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും. ഒരു രാജാവും ഒരു രാജ്ഞിയും ഉണ്ടെന്ന് കരുതുക. രാജാവ് സൂര്യനും രാജ്ഞി ചന്ദ്രനുമാണെന്ന് കരുതുക. അപ്പം ഈ രാജാവിനും രാജ്ഞിക്കും ഒരു മകനുണ്ട്. ആ മകൻ്റെ പേര് സൗമ്യൻ അഥവാ ബുധൻ എന്നാണെന്ന് കരുതുക. ആ ബുധന് 2 വീടുകളുണ്ട്. ഒന്ന് അമ്മയുടെ അടുത്തും മറ്റൊന്ന് അച്ഛൻ്റെ അടുത്തും. അച്ഛൻ എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയിലെ രവിയാണല്ലോ. ചിങ്ങത്തിൻ്റെ തൊട്ടടുത്ത് വരുന്ന കന്നി രാശിയിൽ ഒരു വീടും അമ്മയുടെ തൊട്ടടുത്ത് വരുന്ന ബുധൻ്റെ രാശി, അതായത് മിഥുനൻ രാശിയിൽ മറ്റൊരു വീടും വച്ചു. അപ്പോൾ ആ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലും നോട്ടത്തിലും 2 വീട് വച്ച് മകന് കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വരുന്നത് വീട് ശുക്രൻ്റെ, ശുക്രാചാര്യൻ എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ആ ശുക്രാചാര്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. അതായത് ശസ്ത്രവിദ്യാദികൾ പഠിപ്പിക്കുന്ന ഗുരു എന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തിനും 2 വീട് കൊടുത്തു. ആ വീടുകളാണ് ആദ്യത്തത് ഇടവവും രണ്ടാമത്തത് തുലാലും. അപ്പോൾ 2 അപ്പോൾ അത് ശുക്രനും 2 വീടായി എന്നർത്ഥം. അതിൻ്റെ അപ്പുറത്ത് വന്നതാണ് ചൊവ്വ അഥവാ കുജൻ, യോദ്ധാവാണ്, സേനാനായകൻ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിനും കൊടുത്തു 2 വീട്, മുകളിലും താഴെയും 2 സൈഡിൽ 2 വീടുകൾ അദ്ദേഹത്തിനും കൊടുത്തു. അതിനുശേഷം ദേവഗുരു എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി, വ്യാഴം, അദ്ദേഹത്തിനും 2 ഭവനം കൊടുത്തു. അതാണ് ഒന്ന് മീനവും മറ്റൊന്ന് ധനുവും, ധനുരാശി. അടുത്തത് 2 അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് ശനിയുടെയാണ്, ദാസ്യൻ. ഈ പറയുന്ന കഥയ്ക്ക് ഒരുപാട് ബന്ധമുണ്ട് നമ്മുടെ രാശിചക്രത്തിൽ. ഇങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ ഗ്രഹനാഥന്മാരെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇത് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്ന കഥയാണ്. അപ്പോൾ ഇതാണ് രാശിചക്രം. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഈ ചന്ദ്രൻ നിൽക്കുന്ന ജന്മരാശി എന്ന് പറയുന്നത്, ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, മനസ്സിൻ്റെ ചിന്താഗതി എന്താണ് എന്നൊക്കെ പറയുന്നതാണ് ചന്ദ്രലഗ്നം എന്നും പറയും, അഥവാ ചന്ദ്രൻ നിൽക്കുന്ന രാശി, ജന്മരാശി. രണ്ടാമത്തത് ലഗ്നമാണ്. അത് നമ്മുടെ ശരീരമാണ്, നമുക്ക് കിട്ടുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, തൊഴിൽ, ആരോഗ്യം, ഉയർച്ച, ഇടിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഗ്നത്തെ അധിഷ്ഠിതമായിട്ടാണ് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ പറയുന്നത് ലഗ്നത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് വിചാരിച്ചാൽ ചന്ദ്രലഗ്നത്തിന് അഥവാ ചന്ദ്രൻ നിൽക്കുന്ന രാശിക്ക് പ്രാധാന്യമില്ലെന്നല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ലഗ്നത്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലഗ്നം എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ലാ എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് ലഗ്നം. ചന്ദ്രൻ എന്നുള്ളത് എഴുതിയിരിക്കുന്നതാണ് ജന്മരാശി, അവിടെ ച എന്ന് എഴുതിയിട്ടുണ്ടാകും. പിന്നെ നമുക്ക് വേറൊരു സാധനമുണ്ട്, രാ എന്ന് എഴുതിയിരിക്കുന്ന ഏത് കോളമാണോ ആ കോളം ഏത് മാസത്തിൻ്റെ അല്ലെങ്കിൽ ഏത് രാശിയാണോ ആ മാസത്തിലാണ് നമ്മൾ ജനിച്ചതെന്ന് അർത്ഥം. ഉദാഹരണത്തിന് മീനത്തിലാണ് നമ്മളുടെ ഗ്രഹനിലയിൽ രാ എന്ന് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മീനമാസത്തിലാണ് ജനിച്ചതെന്നാണ്. അപ്പോൾ ഏതൊരു രാശിയിലാണോ രാ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ മാസത്തിൽ നമ്മൾ ജനിച്ചു, അപ്പോൾ അതിലും കിട്ടി. ഇനി നക്ഷത്രം പറയുമ്പോൾ ഏത് രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രമാണോ ആ നക്ഷത്രം
ഏത് രാശിയിൽപ്പെട്ടോ അവിടെ ആയിരിക്കും ചന്ദ്രൻ. ഇതൊക്കെ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇപ്പം ഈ ഗ്രഹനില ഒന്ന് പഠിക്കുക, മനസ്സിലാകുക. അപ്പോൾ ഈ 12 രാശിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ജന്മരാശി എന്ന് പറഞ്ഞു, എന്താണ് ലഗ്നം എന്ന് പറഞ്ഞു. ഈ ജന്മരാശിയിൽ നിൽക്കുന്ന അതായത് ചന്ദ്രനെ കൊണ്ട് മനസ്സ്, മാതാവ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്കതൊക്കെ വഴിപോലെ ഓരോന്നും പറയാം. അത് അർത്ഥമാക്കുന്ന എന്താണ്. അപ്പോൾ ചന്ദ്രലഗ്നം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലഗ്നമാണ്. ലഗ്നം എന്ന് പറയുന്നതാണ് ഈ ഗ്രഹനിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ പറയുന്നത് ഈ ജ്യോതിഷത്തിൻ്റെ ആദ്യ വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് ഡോർ ടു ജ്യോതിഷം, ദ വേൾഡ് ഓഫ് ജ്യോതിഷം. അതാണ് ഈ ഗ്രഹനില എന്ന് പറയുന്നത്. ആ ഗ്രഹനിലയിലുള്ള ലഗ്നവും ചന്ദ്രനും ഈ രവിയുമൊക്കെ സൂര്യനുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത ക്ലാസ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ വിവാഹാദി കാര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ചിന്താപരമായ കാര്യങ്ങളിലും ജീവിതപരമായ കാര്യങ്ങൾ, തൊഴിൽ ഇത്യാദി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാൻ ആദ്യമേ ഈ പറഞ്ഞ രാശിചക്രം എഴുതി കാണിച്ചിരിക്കുന്ന പോലെ ഓർത്തു വയ്ക്കണം. അത് ഓർത്തു വെച്ചാൽ വളരെ ലളിതമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇത്രയും നേരം കേട്ടു നിന്നതിന് നന്ദി. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.